കല്യാണ ഒരുക്കങ്ങളെല്ലാം എന്തായി ശോഭയെ എന്ന് ചോദിച്ചുകൊണ്ട് അടുത്ത വീട്ടിലെ ദേവകി ചേച്ചിയും മകളും കൂടി ശോഭയുടെ വീട്ടിലേക്ക് കയറി വന്നു. ആ ദേവകി ചേച്ചിയോ, വരൂ, ഇരിക്കൂ എന്ന് പറഞ്ഞ് ശോഭ ദേവകി ചേച്ചിയെ അകത്തേക്ക് ക്ഷണിച്ചു. ചന്ദ്രൻ എവിടെ ശോഭയെ? ദേവകി ചോദിച്ചു. ദേഹണ്ണക്കാരൻ ലിസ്റ്റ് തരാമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് അങ്ങോട്ട് പോയിരിക്കും. ഷീജ എപ്പോഴാ വന്നത്? ദേവകിയുടെ മകളോട് ശോഭ ചോദിച്ചു. ഇന്നലെ എത്തി അമ്മായി, ഷീജ പറഞ്ഞു. അവൾ ഇനി കല്യാണമൊക്കെ കഴിഞ്ഞിട്ടേ പോകൂ, ദേവകി പറഞ്ഞു. ദിനേശൻ വന്നില്ലേ ഷീജെ? ഇന്നലെ വന്നിട്ട് പോയി അമ്മായി. ഇനി ദിനേശേട്ടൻ ദിനേശോട് അമ്മയോട് നേരത്തെ തന്നെ വരാൻ പറയണം. തലേ ദിവസം അവരൊക്കെ വേണ്ട ഇവിടെ, ശോഭ പറഞ്ഞു. നേരത്തെ തന്നെ എത്തും അമ്മായി. എവിടെ കല്യാണച്ചക്കനെ കാണാനില്ലല്ലോ? ഇന്നലെ ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് മനുവിനുള്ളത് കിട്ടിയില്ല. അപ്പോൾ ഇന്ന് അവനും കൂട്ടുകാരനും കൂടി അവനുള്ള ഡ്രസ്സ് എടുക്കാൻ പോയി എന്ന് പറഞ്ഞ് ശോഭ ഫ്രിഡ്ജിൽ നിന്ന് ജ്യൂസ് എടുത്ത് കൊണ്ടുവന്ന് ദേവകിക്കും മകൾക്കും കൊടുത്തു. ഷീജ ചേച്ചി എപ്പോഴാ വന്നത് എന്ന് ചോദിച്ചുകൊണ്ട് മനുവിന്റെ പെങ്ങൾ അനിത അവിടേക്കും. ഞാൻ വീട്ടിലേക്ക് ഇന്നലെ വന്നു, ഇങ്ങോട്ടിതാ ഇപ്പൊ വന്നേ ഉള്ളൂ. നീ എവിടെയായിരുന്നു ഇത്രയും നേരം? കണ്ടതേയില്ല. നീ കോളേജിലേക്ക് പോയെന്ന് ഞാൻ കരുതിയത്, ഷീജ പറഞ്ഞു. ഇന്ന് കോളേജിൽ പോയില്ല, ഇന്നലത്തെ ക്ഷീണം. പിന്നെ ഇന്ന് തന്നെ എല്ലാം സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം. ഇനി ദിവസങ്ങളില്ലല്ലോ. ഇപ്പൊ പിന്നെ എല്ലാം റെഡിമെയ്ഡ് ആയതുകൊണ്ട് എല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതിയല്ലോ, ശോഭ പറഞ്ഞു. വായോ, ഡ്രസ്സുകളെല്ലാം കാണണ്ടേ? അനിത ഷീജയോട് സ്വർണവും ഇന്നലെ തന്നെ എടുത്തോ ശോഭേ? ദേവകി ചോദിച്ചു. എല്ലാം ഇന്നലെ തന്നെ കഴിച്ചു. ഇനി അധിക ദിവസം ഇല്ലല്ലോ. ഒരു കല്യാണം കഴിഞ്ഞ് കിട്ടുമ്പോഴേക്കും കുറച്ചൊന്നുമല്ല ടെൻഷൻ. എന്താ ഏതാ ഒരു എത്തും പിടിയില്ല. കല്യാണം വിളിക്കാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന ആദ്യത്തെ പേടി, ശോഭ വേവലാതി. നീ വെറുതെ വെപ്രാളപ്പെട്ട് വല്ല വയ്യായികയും വരുത്തണ്ട. അതൊക്കെ അതിന്റെ വഴിക്ക് നടന്നോളും. എന്തായാലും കുറച്ച് വൈകിയെങ്കിലും അവനൊരു കല്യാണത്തിന് സമ്മതിച്ചല്ലോ. അവന്റെ പ്രായത്തിലുള്ളവരുടെ എല്ലാം കല്യാണം കഴിഞ്ഞ് കൊച്ചുങ്ങളായില്ലേ. ഞാൻ എപ്പോഴും വീട്ടിൽ പറയും, മനുവിനെ കാണുമ്പോൾ മനസ്സിനൊരു പിടച്ചിലാണ്. അവന് മാത്രം എന്തോ ഒരു കുടുംബം ഒന്നും വേണ്ടേ എന്ന് ഓർത്ത്. കുറച്ച് വൈകിയാണെങ്കിൽ നല്ലൊരു കൊച്ചിനെ തന്നെ കിട്ടിയില്ലേ അവന്, ദേവകി പറഞ്ഞു. എല്ലാം ഈശ്വരന്റെ അനുഗ്രഹം, ശോഭ സന്തോഷത്തോടെ പറഞ്ഞു. അനിത തുണികളെല്ലാം ഓരോന്നായി അവർക്ക് കാണിച്ചു കൊടുത്തു. കെട്ടുസാരിയുടെ കളർ നല്ല ഭംഗിയുണ്ടല്ലോ അമ്മേ, ഷീജ ദേവകിയോട് പറഞ്ഞു. നല്ല ഭംഗിയുണ്ട്, എല്ലാം നന്നായിട്ടുണ്ട്. കുട്ടിക്ക് ചേരുന്ന കളറുകൾ തന്നെ. തുണികളെല്ലാം കണ്ടു കഴിഞ്ഞതും ശോഭ താലി ദേവകിക്ക് കാണിച്ചു കൊടുത്തു. ഇതിൽ എത്ര പവനുണ്ട് ശോഭേ? ദേവകി ചോദിച്ചു. 5 പവനുണ്ട്. പിന്നെ 2 വളയും എടുത്തു. നിശ്ചയൊന്നും നടത്തിയില്ലല്ലോ എന്ന് പറഞ്ഞ് വളയും ശോഭ അവർക്ക് കാണിച്ചു കൊടുത്തു. എല്ലാം കണ്ടു കഴിഞ്ഞ് അവർ ഇറങ്ങാൻ നേരം മനു അവിടേക്കെത്തി. ഹാ, വല്യമ്മായി എപ്പെത്തി? മനു ചോദിച്ചു. ഞങ്ങൾ വന്നിട്ട് കുറച്ചു നേരമായി. നീ ഡ്രസ്സ് എടുക്കാൻ പോയി എന്ന് പറഞ്ഞു. എന്നിട്ട് നിനക്കുള്ളത് കിട്ടിയോ? ദേവകി ചോദിച്ചു. കിട്ടി അമ്മായി. ഷീജേച്ചി എപ്പോഴാണ് എത്തിയത്? ഞാൻ ഇന്നലെ വന്നു, ഷീജ മറുപടി പറഞ്ഞു. നിങ്ങൾ പോവുകയാണോ? ഇരിക്കൂ, വൈകിട്ട് പോകാം, മനു പറഞ്ഞു. ഇല്ല, പോകട്ടെ. നാളെയല്ലേ എല്ലാവരും എത്തൂ. നാളെ വരാം. ഞങ്ങൾ പിന്നെ കല്യാണം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ, പോരെ? ദേവകി പറഞ്ഞു. ഹാ, ആയിക്കോട്ടെ, മനു പറഞ്ഞു. മനുവിന്റെ വീട് കല്യാണ ഒരുക്കങ്ങളിൽ മുഴുകി. മനുവും വീട്ടുകാരും കാത്തിരുന്നു വന്ന സന്തോഷത്തിലുമായിരുന്നു. കുടുംബക്കാരും നാട്ടുകാരും ആ സന്തോഷത്തിൽ പങ്കുചേർന്നു. അന്ന് വൈകുന്നേരം മനു ടൗണിലേക്ക് പോകാൻ ഇറങ്ങുമ്പോഴാണ് മനുവിന്റെ ഫോണിലേക്ക് സേവ്ഡ് അല്ലാത്ത ഒരു നമ്പറിൽ നിന്നും ഒരു കോൾ വന്നത്. മനു ഫോൺ അറ്റൻഡ് ചെയ്തതും, ഹലോ മനു അല്ലേ, ഞാൻ താരയാണ്. മറുതലക്കലിൽ താൻ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത വ്യക്തി, ഇനി ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണരുതേ എന്ന് പ്രാർത്ഥിച്ച ഒരേയൊരു വ്യക്തി, മനു അല്ലേ? മറുതലക്കിൽ നിന്നും താര വീണ്ടും ചോദിച്ചു. താരയുടെ ശബ്ദം കേട്ടപ്പോൾ മനുവിന്റെ മനസ്സിൽ ദേഷ്യവും വിഷമവും ഇരച്ചു കയറി. ഒന്നും പറയാതെ മനു ഫോൺ കട്ട് ചെയ്തു. തുടരെ തുടരെ താര വീണ്ടും മനുവിന്റെ ഫോണിലേക്ക് വിളിച്ചു. താരയുടെ ശബ്ദം കേൾക്കാൻ മനുവിന് ഒട്ടും ആഗ്രഹമുണ്ടായിരുന്നില്ല. ഓരോ തവണയും മനു കോൾ കട്ട് ചെയ്തു. താരയുടെ ശബ്ദം കേട്ടിട്ട് 7 വർഷമാകുന്നു. ഇത്ര വർഷങ്ങൾക്ക് ശേഷവും അവളുടെ ശബ്ദം മനുവിനെ തളർത്തി. അടങ്ങാതെ ദേഷ്യവും വെറുപ്പും അവളോടുണ്ടായിരുന്നെങ്കിലും താരയെക്കുറിച്ച് ഓർത്തപ്പോൾ ഉള്ളിൽ ഒരു വിങ്ങൽ മനുവിന് അനുഭവപ്പെട്ടു. ഏട്ടാ, ഞാനുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അകത്തു നിന്നും അനിത ധൃതിയിൽ മനുവിനടുത്തേക്ക് ഓടി വന്നു. കണ്ടതും മനു പെട്ടെന്ന് തന്നെ ചിന്തകൾ അവസാനിപ്പിച്ച് ചിരിക്കാൻ ശ്രമിച്ചു. എന്നെ സുഫയുടെ വീട്ടിലൊന്ന് കൊണ്ടാക്കുമോ? മെഹന്തി സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകാനായിരുന്നു. വായോ, പോകാം, മനു പറഞ്ഞു. ഏട്ടന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നതൊന്നുമില്ലല്ലോ, മനു മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ പറയല്ലേ ഏട്ടാ, കുറച്ചു നേരം മുമ്പ് വരെ എന്തൊരു സന്തോഷമായിരുന്നു. പെട്ടെന്ന് ഫ്യൂസായ ബൾബ് പോലെ ഇരിക്കുന്നു. എന്താണ് ഏട്ടാ, പറയൂ, താര വിളിച്ചിരുന്നു. താര ചേച്ചിയോ? ഞെട്ടലോടെ അനിത ചോദിച്ചു.
അതെ, വിളിച്ചിട്ട് എന്ത് പറഞ്ഞു താര ചേച്ചി? ഞാൻ കോള് കട്ട് ചെയ്തു. വീണ്ടും ഒരുപാട് തവണ വിളിച്ചു, ഞാൻ അറ്റൻഡ് ചെയ്തില്ല. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എന്ത് പറയാനായിരിക്കും താര ചേച്ചി വിളിച്ചിട്ടുണ്ടാവുക? ഒരുപക്ഷെ ഏട്ടന് കല്യാണം ആയതറിഞ്ഞ് വിഷ് ചെയ്യാൻ വിളിച്ചതായിരിക്കും. അനിത സംശയത്തോടെ പറഞ്ഞു. ബാംഗ്ലൂർ ആയിട്ട് എനിക്കിപ്പോൾ യാതൊരു കണക്ഷനും ഇല്ല. ഇവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സിനെ ആരെയും താരയ്ക്ക് അറിയേയില്ല. പിന്നെ എങ്ങനെയാണ് എൻ്റെ വിവാഹമായത് അറിയുക? എൻ്റെ നമ്പർ പോലും താരയ്ക്ക് എങ്ങനെ കിട്ടിയതെന്ന് അറിയില്ല. വീണ്ടും മനുവിൻ്റെ ഫോൺ റിങ് ചെയ്തു. താര ചേച്ചി ആണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യൂ. എന്തിനാണ് വിളിക്കുന്നതെന്ന് അറിയാലോ. വേണ്ട കുഞ്ഞി, ഏട്ടനൊന്നും ഓർക്കാൻ ആഗ്രഹിക്കാത്ത അടച്ചു വെച്ചൊരു കറുത്ത അധ്യായമാണ് താര. അത് വീണ്ടും വെറുതെ ഒന്ന് മറിച്ചു നോക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തെങ്കിലും കാര്യമില്ലാതെ ഇത്രയും തവണ അവർ വിളിക്കുമോ? അനിത പറഞ്ഞു. വേണ്ട കുഞ്ഞി, അവളോടൊരു വാക്ക് പോലും പറയാൻ എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ് മനു ഫോൺ ഓഫ് ചെയ്ത് പോക്കറ്റിൽ വെച്ചു. ശരി, ഏട്ടൻ കംഫർട്ട് അല്ലെങ്കിൽ വേണ്ട, പക്ഷെ ഏട്ടനെ താര ചേച്ചിയെ ഓർത്ത് മൂഡ് ഔട്ടായി ഇരിക്കരുത്. നിങ്ങൾ ഇതുവരെ പോയില്ലേ? അകത്തു നിന്നും അമ്മയുടെ ചോദ്യം ഉയർന്നതും അതാ പോവാ അമ്മ, അനിത പറഞ്ഞുകൊണ്ട് മനുവിനെയും കൂട്ടിപ്പോയി. അനിത സുഫയ്യയുടെ വീട്ടിലേക്കും മനു ഷൂ വാങ്ങാനായി ടൗണിലേക്കും പോയി. എനിക്ക് നിന്നോടൊന്ന് സംസാരിച്ചേ മതിയാകൂ. എനിക്ക് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്ന ഒരു മെസ്സേജ് താര മനുവിന് അയച്ചു. ഷൂ വാങ്ങുന്നതിനിടയിലാണ് താരയുടെ മെസ്സേജ് മനു കാണുന്നത്. ഇനി എന്താ ഇവൾക്ക് എന്നോട് പറയാൻ? ദേഷ്യത്തോടെ മനു ഫോൺ എടുത്ത് താരയെ തിരിച്ചു വിളിച്ചു. മനുവിന്റെ കോൾ വന്നതും താരയ്ക്ക് ആശ്വാസവും. മനു, അവൾ കൊതിയോടെ വിളിച്ചു. എന്നെ എന്തിനാ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? ഒരിക്കലും എല്ലാം ഉപേക്ഷിച്ച് പോയതല്ലേ. ഇനി എന്തിനാ എന്റെ സമാധാനം കളയാനായി? ദയവ് ചെയ്ത് ഇനി എന്റെ ഫോണിലേക്ക് വിളിക്കരുത്. മനു അവളോട്. ഞാൻ മനുവിന്റെ നാട്ടിലുണ്ട്. ഇപ്പം മനു ടൗണിലുണ്ടെന്നും എനിക്കറിയാം. എനിക്ക് മനുവിനെ കണ്ടേ തീരൂ. എനിക്ക് സംസാരിക്കണം. എന്റെ നാട്ടിലോ? എനിക്ക് നിന്നെ കാണണ്ട. നീ പറയുന്നത് എന്തു തന്നെ ആയാലും കേൾക്കാൻ എനിക്ക് താല്പര്യവുമില്ല. ബാംഗ്ലൂരിൽ നിന്ന് മനുവിന്റെ നാട് കണ്ടെത്തി ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മനുവിനെ കണ്ടിട്ടേ പോകൂ. അത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയമില്ലാതെ ഞാൻ ഇത്രയും ദൂരം വരില്ലല്ലോ. ഉറച്ച സ്വരത്തോടെ താര പറഞ്ഞു. താരയുടെ വാക്കുകളിലെ ശക്തിക്ക് ഇന്നും ഒരു മാറ്റവുമില്ല എന്ന് മനു ചിന്തിച്ചു. തീരുമാനമെടുത്താൽ താര അത് പ്രാവർത്തികമാക്കിയിരിക്കും എന്ന് മനുവിനറിയാം. എവിടെയാ നീ? ഗൗരവത്തോടെ മനു ചോദിച്ചു. മനു നിൽക്കുന്ന ഷോപ്പിന്റെ ഓപ്പോസിറ്റുള്ള കോഫി ഷോപ്പ്. താരയുടെ മറുപടി കേട്ടതും മനു കോൾ കട്ട് ചെയ്ത് ആ കോഫി ഷോപ്പിലേക്ക് പോയി. താരയുടെ അടുത്ത് എത്തും തോറും മനുവിന്റെ മനസ്സിൽ താരയോടൊപ്പമുള്ള പല നിമിഷങ്ങളും കടന്നു. കോഫി ഷോപ്പ് എത്തിയപ്പോൾ താര അവസാനം ബൈ പറഞ്ഞു പോയ നിമിഷം മനുവിന്റെ മനസ്സിൽ തികട്ടി വന്നു. ഷോപ്പിനകത്തെത്തിയതും മനു ചുറ്റിനും നോക്കി. ചുവന്ന ചുരിദാർ അണിഞ്ഞ് താര അവിടെ ഒരു കസേരയിലിരിക്കുന്നു. അവളെ കണ്ടപ്പോൾ മനുവിന്റെ ചങ്കൊന്ന് പിടഞ്ഞു. താര തന്റെ ആരുമല്ല എന്ന് എത്രയൊക്കെ തന്റെ മനസ്സിനോട് പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെങ്കിലും അവൾക്കിപ്പോഴും തന്റെ മനസ്സിനെ വേദനിപ്പിക്കാൻ കഴിയുമെന്ന് മനുവിന് മനസ്സിലായി. മനുവിനെ കണ്ടതും മനു ഇരിക്കൂ. താരയുടെ ശബ്ദം ഇടറിയെങ്കിലും തന്റെ മനസ്സിന്റെ പതർച്ച മുഖത്ത് വരാതിരിക്കാൻ താര ശ്രമിച്ചു. എന്തിനാ എന്നോട് കാണണമെന്ന് പറഞ്ഞത്? മനു ചോദിച്ചു. മനുവിന് സുഖമാണോ? എനിക്ക് സുഖമാണോ എന്ന് അന്വേഷിക്കാനാണോ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എന്നോട് ദേഷ്യവും വെറുപ്പും മാത്രമായിരിക്കുമല്ലേ? അല്ലാതെ വേറൊന്നും തോന്നേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? വിവാഹ ജീവിതത്തിലൂടെ കിട്ടിയ സൗഭാഗ്യങ്ങൾ എനിക്ക് മുന്നിൽ കാണിച്ച് തിരഞ്ഞെടുത്ത ജീവിതം ശരിയാണെന്ന് കാണിക്കാനാണോ, അതോ തകർന്ന ദാമ്പത്യ ജീവിതത്തിന്റെ ഏടുകൾ പഴയ കാമുകന്റെ മുന്നിൽ തുറന്നു കാണിച്ച് സഹതാപം നേടിയെടുക്കാനുള്ള വരെ? മനു ദേഷ്യത്തോടെ ചോദിച്ചു. മനുവിന്റെ വാക്കുകൾ കേട്ട് ഒരു നേർത്ത പുഞ്ചിരിയോടെ താര മനുവിനെ നോക്കി. അപ്പോഴേക്കും അവരുടെ ഇടയിലേക്ക് വെയിറ്റർ എത്തി. ഓർഡർ ചോദിച്ചു. മനു എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. 2 കോഫി, ഒരു കോഫി വിത്തൗട്ടാണേ. താര ഓർഡർ കൊടുത്തു. മനു ഇപ്പോൾ വിത്തൗട്ട് തന്നെയല്ലേ? താര ചോദിച്ചു. മനു ഒന്നും പറഞ്ഞില്ല. മനുവിന്റെ കല്യാണമാണെന്ന് അറിഞ്ഞു. മനു അതിന് മറുപടി ഒന്നും പറഞ്ഞു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കണ്ടിട്ട് എനിക്ക് സുഖമാണോ എന്ന് ഒരു വാക്ക് ചോദിച്ചുകൂടെ മനു നിനക്ക്? നിന്റെ ജീവിത സൗഭാഗ്യങ്ങൾ വർദ്ധിക്കാനല്ലേ അന്ന് എന്നെ ഉപേക്ഷിച്ചു പോയത്? ഞാനൊന്നും നിഷേധിക്കുന്നില്ല മനു. എന്റെ ഭാഗത്തുള്ള ശരികളും തെറ്റും പറഞ്ഞ് എന്റെ ഭാഗം ന്യായീകരിക്കുന്നുമില്ല. ഞാൻ നിന്നെ ഉപേക്ഷിച്ചു പോയതിനു ശേഷം സംഭവിച്ച ചില കാര്യങ്ങൾ നീ അറിഞ്ഞേ മതിയാകൂ. കുറച്ച് വൈകിപ്പോയെങ്കിലും. അപ്പോഴേക്കും അവരുടെ മുന്നിലേക്ക് ഓർഡർ ചെയ്ത കോഫി എത്തിയിരുന്നു. മനു കോഫി കുടിക്കാൻ വിസമ്മതിച്ചു. പക്ഷെ താര കോഫി എടുത്ത് ആസ്വദിച്ചൊരു കവിൾ കോഫി കുടിച്ചു. എന്നിട്ട് വീണ്ടും താര പറഞ്ഞു തുടങ്ങി. നീ അച്ഛൻ്റെ ഹോസ്പിറ്റൽ കാര്യങ്ങൾക്കായി നാട്ടിലേക്ക് പോയപ്പോൾ തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ നമ്മുടെ വിവാഹകാര്യത്തെപ്പറ്റി പപ്പയോടും മമ്മിയോടും പറഞ്ഞ് എല്ലാം ഓക്കെ ആക്കാമെന്ന് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് പപ്പയും മമ്മിയും കൂടി കിഷോറിൻ്റെ വിവാഹാലോചനയുമായി വരുന്നത്. പപ്പയുടെ ബിസിനസ്സിൽ ഏറിയ പങ്കും കിഷോറിൻ്റെ അച്ഛൻ്റെ അടുത്തായിരുന്നു. എൻ്റെ പപ്പ അയാൾക്ക് കോടികൾ കൊടുക്കാനുണ്ടായിരുന്നു.
പപ്പയുടെ ബിസിനസ് മൊത്തം നഷ്ടപ്പെടുമെന്നോർത്ത് പപ്പ ഭയപ്പെട്ടിരിക്കുമ്പോഴാണ് കിഷോറിന് എന്നെ വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പപ്പയോട് പറയുന്നത്. അത് പപ്പയ്ക്കൊരു ഭാഗ്യമായാ തോന്നിയത്. ഞാൻ കിഷോറിന് കല്യാണം കഴിച്ചാൽ മാത്രമേ പപ്പയ്ക്ക് പപ്പയുടെ ബിസിനസ് നഷ്ടമാകാതിരിക്കൂ. പക്ഷേ ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമായിരുന്നില്ല. ഒരു ബിസിനസ്സിന് വേണ്ടി എൻ്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. ഞാൻ എതിർ. പപ്പയുടെ ബിസിനസ് മുതൽ നഷ്ടമായാലും പപ്പയെയും അമ്മയെയും നോക്കാൻ എനിക്കൊരു ജോലിയുണ്ട്, നല്ലൊരു വരുമാനമുണ്ട്. അത് മതി. ഞാൻ നിന്നെ തന്നെ വിവാഹം കഴിക്കൂ എന്ന് ഉറച്ചു നിന്നു. ബിസിനസ് മുതൽ നഷ്ടപ്പെടുമെന്ന് മനസ്സിലായ പപ്പ ആകെ തകർന്നു. പപ്പയുടെ ആദ്യ ഭാര്യയും മക്കളും ബിസിനസ്സാണെന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട്. അത് ശരിയാണെന്ന് എനിക്കപ്പം മനസ്സിലായി. ഒടുവിൽ പപ്പ ആത്മഹത്യ ചെയ്യുമെന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു കാര്യങ്ങൾ. പപ്പ അങ്ങനെ വല്ലതും ചെയ്ത മമ്മിയും പിന്നെ ഉണ്ടാകില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കിഷോർ വിവാഹം ചെയ്യുകയല്ലാതെ എൻ്റെ മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു. താരയോട് അത്രയും നാൾ ഉണ്ടായിരുന്ന ദേഷ്യം മനുവിന് അല്പം കുറഞ്ഞു. അതുവരെ താരയ്ക്ക് മുഖം കൊടുക്കാതെ പുറം കാഴ്ചകളിലേക്ക് ശ്രദ്ധിച്ചിരുന്ന മനു താരയെ നോക്കി. പക്ഷേ ഈ കാരണങ്ങൾ കൊണ്ടൊന്നും നീ എന്നെ വേണ്ടെന്ന് വെക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നീ തിരിച്ചു വന്നപ്പോൾ എൻ്റെ പേരൻസ് കിഷോറുമായുള്ള കല്യാണം ഉറപ്പിച്ചു എന്നും വീട്ടുകാരെ എതിർക്കാൻ എനിക്ക് കഴിയില്ല എന്ന് മാത്രം പറഞ്ഞ് ഞാൻ അന്ന് പോകാൻ. നീ എന്നെ വെറുത്തില്ലെങ്കിൽ നിന്റെ ജീവിതം നീ നശിപ്പിക്കുമെന്ന് എനിക്ക് തോന്നി. ഇതേതുപോലെ തന്നെ വലിയ ബിസിനസ്സുകാരനെ കിട്ടിയപ്പോൾ ഞാൻ നിന്നെ ഒഴിവാക്കിയെന്ന് തന്നെ നീ വിശ്വസിച്ചു. നിന്നോട് ഗുഡ് ബൈ പറയുമ്പോൾ എൻ്റെ കരൾ കരയുകയായിരുന്നു മനു. നിന്നെ ഓർത്ത് കരയാത്ത ഒരു ദിവസം പോലും പിന്നീട് എനിക്കുണ്ടായിട്ടില്ല. അത് കണ്ട് പപ്പ ഒരുപാട് താരയുടെ വാക്കുകളിൽ അവൾ അത്രയും നാൾ അനുഭവിച്ച വേദന മുഴുവൻ ഉണ്ടായിരുന്നു. നീ ഇല്ലാത്ത ഒരു ജീവിതം എനിക്ക് സാധ്യമല്ലെന്ന് മനസ്സിലായപ്പോൾ ജീവിതം അവസാനിപ്പിക്കാനാണ് അപ്പോൾ തോന്നിയത്. പപ്പയും അമ്മയും കൂടി ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴാണ് അറിയുന്നത് ഞാൻ 2 മാസം പ്രഗ്നൻ്റ് ആണെന്ന്. ഒരു ദീർഘനിശ്വാസത്തോടെ താര പറഞ്ഞു നിർത്തി. താര. ഇടറിയ കണ്ടത്തോടെ മനു വിളിച്ചു. താര മനുവിൻ്റെ കരങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട്, അതേ മനു, മനുവിൻ്റെ കുഞ്ഞ്, നമ്മുടെ കുഞ്ഞ് എൻ്റെ വയറ്റിൽ വളരുന്നുണ്ടായിരുന്നു. ആ വിവരം അറിയിക്കാൻ ഞാൻ നിന്റെ ഫോണിലേക്ക് ഒരുപാട് തവണ വിളിച്ചു. പക്ഷേ നിന്റെ ഫോൺ ഓഫായിരുന്നു. നിന്നെ അന്വേഷിച്ച് പപ്പ വന്നപ്പോഴേക്കും നീ ജോലി റിസൈൻ ചെയ്ത് പോയെന്ന് മാത്രം അറിഞ്ഞു. എവിടേക്കാണ് പോയതെന്ന് ഒരുപാട് അന്വേഷിച്ചു. പക്ഷേ നിന്നെക്കുറിച്ച് ഒരു വിവരവും പപ്പയ്ക്ക് കണ്ടെത്താൻ കഴിയില്ല. എൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ നീ എവിടെയാണെന്നറിയാതെ ഞാൻ ആകെ തകർന്നു. ഒരു മാനസിക രോഗിയെ പോലെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതെയായി. കിഷോറുമായുള്ള വിവാഹത്തിന് പിന്നെ എന്നെ നിർബന്ധിക്കാൻ പപ്പയ്ക്ക് കഴിഞ്ഞില്ല. പപ്പയുടെ ബിസിനസ് തകർന്നു. എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയതിന് കാരണം പപ്പയാണെന്നോർത്ത് പപ്പ ഒരുപാട് പ്രയാസപ്പെട്ടു. നാട്ടിൽ എവിടെയാണെന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക. എന്നാലും പപ്പയ്ക്ക് കഴിയുന്ന പോലെ എല്ലാം അന്വേഷിച്ചു. പക്ഷേ നിന്നെക്കുറിച്ച് കൂടുതലൊരു വിവരവും കിട്ടിയില്ല. പിന്നെ പപ്പയും ആകെ തകർന്നതോടെ നീ എവിടെയാണെന്നുള്ള അന്വേഷണവും നിന്നു. താര പറഞ്ഞതെല്ലാം കേട്ട് മനു ഷോക്കേറ്റതുപോലെ തരിച്ചിരുന്നു. മുറുകെ പിടിച്ച മനുവിൻ്റെ കൈകളിലേക്ക് താരയുടെ കണ്ണുനീർ ഇറ്റുവീണു. നമ്മുടെ കുഞ്ഞ്? വേദനയോടെ മനു ചോദിച്ചു. താര മനുവിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഞാൻ പ്രസവിച്ചു. നമ്മുടെ കുഞ്ഞിനെ ഒരു കുഴപ്പവും കൂടാതെ ഞാൻ പ്രസവിച്ചു. മാലാഖയെ പോലെ ഒരു പെൺകുഞ്ഞിനെ. അത് കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് മനുവിന് കണ്ണുകൾ നിറഞ്ഞു. വാക്കുകൾ കിട്ടാതെ തൻ്റെ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണമെന്നറിയാതെ മനു താരയുടെ മുന്നിൽ പകച്ചിരുന്നു. എനിക്കുറപ്പായിരുന്നു മനു, ഒരിക്കൽ നിന്നിലേക്ക് ഞാൻ എത്തിപ്പെടുമെന്ന്. ആ വിശ്വാസത്തോടെയാണ് ഞാൻ ഓരോ നിമിഷവും ജീവിച്ചത്. നമ്മുടെ അജയുടെ കൂടെ നിൻ്റെ ഈ നാട്ടിലൊരു പയ്യൻ വർക്ക് ചെയ്യുന്നുണ്ട്. ജിത്തു എന്നാണ് അവൻ്റെ പേര്. നമ്മൾ ഒരുമിച്ചുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോ അജയുടെ വീട്ടിലുണ്ട്. ഒരു ദിവസം ഈ പയ്യൻ അജയുടെ വീട്ടിൽ പോയപ്പോൾ ആ ഗ്രൂപ്പ് ഫോട്ടോ കണ്ടു. നിന്നെ കണ്ടിട്ടുണ്ടെന്നും നീ അവൻ്റെ നാട്ടുകാരനാണെന്നും അജയോട് പറഞ്ഞു. അതറിഞ്ഞപ്പോൾ അജയ് എന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ അജയും ജിത്തുവും കൂടിയാണ് എന്നെ നിന്നിലേക്ക് എത്തിച്ചത്. താര, എനിക്ക് നിന്നോട് എന്ത് പറയണമെന്നറിയില്ല. അത്രയേറെ സന്തോഷമാണ് എനിക്കിപ്പോൾ. നിന്നിൽ എനിക്കൊരു കുഞ്ഞുണ്ടായിട്ടുണ്ടെന്ന്. ആ കുഞ്ഞ് ഈ ലോകത്ത് വളരുന്നുണ്ടെന്ന് ഇത്രയും നാൾ ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്നെ നഷ്ടപ്പെട്ടപ്പോൾ അവിടെ നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അവിടെ നിന്ന് നേരെ ചെന്നൈയിലേക്ക് വന്നു. അവിടെ കുറേ കാലം എല്ലാത്തിനോടും വെറുപ്പായിരുന്നു. പിന്നീട് വീട്ടുകാർക്കും എന്നെ കൊണ്ട് വേദന മാത്രമായിരുന്നു. പിന്നെ കാലം കഴിയും തോറും ഒരു തീരാത്ത നോവായി നിന്നെ മനസ്സിൻ്റെ ഒരു കോണിൽ വെച്ചു. വീട്ടുകാർക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങി. മനു സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ മനുവിൻ്റെ ഫോൺ റിങ് ചെയ്തു. മനു പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അശ്വതി ആയിരുന്നു. അശ്വതിയുടെ കോൾ എടുക്കാൻ മനു ഒന്ന് മടിച്ചു. വീണ്ടും അശ്വതി വിളിച്ചപ്പോൾ മനു കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ അശ്വതി, മനു മടിച്ചുകൊണ്ട് പറഞ്ഞു. മനുവേട്ട, സേവ് ദ ഡേറ്റിന് നാളെ രാവിലെ പോകാൻ പറ്റുമെന്ന് സ്റ്റുഡിയോക്കാർ ചോദിച്ചു. അശ്വതിയോട് എന്ത് പറയണം എന്നറിയാതെ മനു വിഷമിച്ചു. മനുവേട്ട കേൾക്കുന്നില്ലേ? അശ്വതി ചോദിച്ചു.
ഞാൻ ഞാൻ കുറച്ചു കഴിഞ്ഞ് വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മനു ഫോൺ കട്ട് ചെയ്തു. മനുവിന്റെ കല്യാണമാണല്ലേ? താര വേദനയോടെ ചോദിച്ചു. എനിക്കിനി അന്ന് സാധിക്കില്ല. നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ നിന്നെ ദൈവം വീണ്ടും എനിക്ക് കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ്. നീയാണ് എൻ്റെ ആത്മാവ്. ഇനി ഒന്നിൻ്റെ പേരിലും നീ എന്നെ ഉപേക്ഷിച്ച് പോകരുത് താര. തൻ്റെ കരങ്ങളെ മുറുകി പിടിച്ച താരയുടെ കരങ്ങളുടെ മേൽ മനു ചങ്ക തകർന്ന് തല ചേർത്ത് വെച്ച് വിതുമ്പി. ഇല്ല മനു, നിന്നെ വിട്ട് ഞാൻ ഇനി ഇങ്ങോട്ട് പോകില്ല. നീയാണ് എനിക്കെല്ലാം. ഒരിക്കലും ഇനി നിന്നെ വിട്ട് ഞാൻ പോകില്ല. താര മനുവിനോട് പറഞ്ഞു. നമ്മുടെ മോൾ എവിടെയാണ്? എനിക്ക് കാണണം. മനു പറഞ്ഞു. അവൾ മമ്മയുടെ അടുത്താണ്. ഞാൻ തനിച്ചാണ് ഇങ്ങോട്ട് വന്നത്. എനിക്കിന്ന് തന്നെ തിരിച്ചു പോകണം. ഞാൻ അശ്വതി വിളിച്ച് ഇപ്പം തന്നെ കാര്യങ്ങൾ പറഞ്ഞാലോ? മറ്റൊരു പെൺകുട്ടിയുടെ കണ്ണീര് ഞാൻ കാരണമാകുന്നു. ഹേയ്, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. അറിഞ്ഞുകൊണ്ട് ആരെയും മനു വേദനിപ്പിച്ചിട്ടില്ലല്ലോ. എല്ലാം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകളാണ്. ഞാൻ ആ കുട്ടിയോട് ക്ഷമ പറയാം. നമുക്കൊരുമിച്ച് ആ കുട്ടിയെ കാണാൻ പോകാം. താര ചോദിച്ചു. മനു ഒന്ന് മൂളി. എന്തോ ഒന്ന് ആലോചിച്ചതിന് ശേഷം മനു വേഗം ഫോൺ എടുത്ത് അനിതയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. താൻ അശ്വതിയെ കാണാൻ പോവുകയാണെന്നും അനിതയോട് ആ കോഫി ഷോപ്പിലേക്ക് വരാനും മനു ആവശ്യപ്പെട്ടു. അനിത എത്തിയതും മനു താരയെ അനിതയെ ഏൽപ്പിച്ച് അശ്വതിയെ കാണാൻ പോകാനിറങ്ങി. ഏട്ടാ, ഞങ്ങളും വരണോ? അനിത ചോദിച്ചു. ഇപ്പൊ വേണ്ട കുഞ്ഞി, ഞാൻ ആദ്യം ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് മനു പോയി. താര ചേച്ചി, ഏട്ടൻ വരാൻ കുറച്ച് സമയം എടുക്കില്ലേ? കുറച്ചപ്പുറത്തൊരു പാർക്കുണ്ട്, നമുക്ക് അവിടെ പോയി. താര ഒന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടി. കുഞ്ഞിപ്പോ എത്രയിലാ പഠിക്കുന്നത്? താര ചോദിച്ചു. ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ. കുഞ്ഞിക്ക് എന്നെപ്പറ്റി നേരത്തെ അറിയോ? ഏട്ടൻ എന്നോട് എല്ലാം പറയാറുണ്ട്. ചേച്ചിയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ഏട്ടൻ്റെ കണ്ണ് നിറയും. ഏട്ടൻ പലപ്പോഴും ഇരുന്ന് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മയുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെയാണ് ഏട്ടനിപ്പോൾ ഈ കല്യാണം സമ്മതിച്ചത് പോലും. ഒന്നും മനഃപൂർവ്വം ആയിരുന്നില്ല കുഞ്ഞ്. അതൊന്നും സാരമില്ല. ഇപ്പം നിങ്ങൾ ഒന്നായല്ലോ, രണ്ടാൾക്ക് സന്തോഷമായല്ലോ. പിന്നെ ഏട്ടൻ്റെ ബാബയുടെ ഫോട്ടോ ഒന്ന് കാണിച്ചു തരുമോ ചേച്ചി? ഓ പിന്നെന്താ, കാണിച്ചു തരാലോ. താര പറഞ്ഞതും അല്ലെങ്കിൽ വേണ്ട, നേരിട്ട് കാണാം. ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നേരിട്ട് കാണാതെ സമാധാനം ഉണ്ടാകില്ല. ചേച്ചിയും മോളും കൂടി വേഗം വീട്ടിലേക്ക് പോയ വീട്ടിലെല്ലാവരും അറിയുമ്പോൾ പ്രശ്നമാകുമോ? താര വിഷമത്തോടെ ചോദിച്ചു. ഒരു പ്രശ്നം ഉണ്ടാകില്ല. ഒരു മരുമകളെ കിട്ടിയില്ല എന്നുള്ള എൻ്റെ അമ്മയുടെ സങ്കടത്തിന് ഇപ്പം മരുമകൾ മാത്രമല്ല, ഒരു പേരക്കുട്ടിയെ കൂടി കിട്ടുമ്പോൾ സന്തോഷമല്ലേ ആവുക എന്ന് പറഞ്ഞുകൊണ്ട് അനിത ചിരിച്ചു. അത് കേട്ട് താരയും ചിരിച്ചു. അതൊന്നും ഓർത്ത് ചേച്ചി പേടിക്കണ്ട. ആദ്യം ഒരു ചെറിയ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാകും. അമ്മയ്ക്കും അച്ഛനും കുഴപ്പമൊന്നുമില്ലെങ്കിലും കുറച്ച് കുത്തിത്തിരിപ്പ് കുടുംബക്കാരും അയൽക്കാരും ഒക്കെ ഉണ്ടാകുമല്ലോ. അതിന്റെ ചെറിയൊരു ഭൂകമ്പം ഇല്ലാതിരിക്കില്ലല്ലോ. പിന്നൊക്കെ ശരിയാകും. അച്ഛനും അമ്മയൊക്കെ ഒരു പാവോ. നമുക്കിന്ന് പോകാം ചേച്ചി. നിനക്ക് വല്ലതും വേണോ? ഐസ്ക്രീം എന്തെങ്കിലും? ഐസ്ക്രീം ഒന്നും വേണ്ട, ചുമയാണ്. എനിക്ക് കാഡ്ബറീസ് വല്ലതും വാങ്ങിയാൽ മതി. സന്തോഷമുള്ള ദിവസമല്ലേ, മധുരം കഴിച്ചിട്ടാകാം എന്ന് പറഞ്ഞ് അനിത ചിരിച്ചു. അവർ കാഡ്ബറീസ് എല്ലാം വാങ്ങി പാർക്കിലേക്ക് പോയി. മനു ഫോണിൽ അശ്വതിയെ വിളിച്ച് ഒന്ന് കാണണമെന്ന് ആവശ്യപ്പെട്ടു. ബ്യൂട്ടീഷ്യനെ കാണാൻ എന്തായാലും ടൗണിൽ വരുന്നുണ്ട്. അപ്പം മനുവേട്ടൻ ബീച്ചിലേക്ക് വന്നാൽ മതി, ഞാൻ അവിടേക്ക് വരാം എന്ന് അശ്വതി പറഞ്ഞു. അതുപ്രകാരം മനു ബീച്ചിലെത്തി. അശ്വതിയുടെ എങ്ങനെ പറയും, എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് മനു കടലിലേക്ക് നോക്കിയിരുന്നു. അധികം വൈകാതെ അശ്വതി അവിടേക്കെത്തി. മനുവിനെ കണ്ടതും മനുവേട്ടൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നോ? പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞോ? എന്റെ ഒരുവിധം കഴിഞ്ഞു. ഇനി മെഹന്തി ഇടണം, മേക്കപ്പ് ഏതാണെന്ന് സെലക്ട് ചെയ്യണം, സ്റ്റിച്ചിങ് ചെയ്തൊക്കെ ഇട്ട് നോക്കണം. അങ്ങനെ കുറെ കാര്യങ്ങൾ. എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ പോയതല്ലേ? അശ്വതി ആവേശത്തോടെ പറഞ്ഞു. അശ്വതിയുടെ മുഖത്തെ സന്തോഷവും ആവേശവും കണ്ടപ്പോൾ മനു അത്രയും നേരം സംഭരിച്ചു വെച്ച ധൈര്യമെല്ലാം ചോർന്നുപോയി. മനു ഒന്നും പറയാതെ തിരമാലയിലേക്ക് തന്നെ നോക്കിയിരുന്നു. എന്താ മനുവേട്ടൻ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഒന്നും പറയാത്തത്? അശ്വതി ചോദിച്ചു. നമ്മുടെ വിവാഹം നടക്കില്ലെന്ന് എങ്ങനെ ഞാൻ പറയും? അശ്വതിയുടെ മുഖത്തേക്ക് നോക്കാൻ മനുവിന് കഴിഞ്ഞില്ല. മനുവേട്ട, സേവ് ഡേറ്റിന് നമുക്ക് ഈ ബീച്ച് പോരെ? നമ്മുടെ വൈറ്റ് ഡ്രസ്സും കടലിന്റെ ബാക്ക്ഗ്രൗണ്ടും നല്ല ഭംഗിയായിരിക്കില്ലേ? അശ്വതി പറഞ്ഞു. ഒരു കുതിര കൂടി ഉണ്ടെങ്കിൽ നന്നായിരിക്കും അല്ലേ? ഒരു ബൊക്കയും കൂടി വേണം, അശ്വതി പറഞ്ഞു. പിന്നെ മനുവേട്ട, നമ്മളെക്കാളും കൂടുതൽ ആവേശം വീട്ടിൽ അച്ഛനും അമ്മയ്ക്കുമാണ്. ഇന്ന് രണ്ടാളും കൂടി ബ്യൂട്ടി പാർലറിൽ പോയിരിക്കുക. നാളെ തൊട്ട് സ്റ്റുഡിയോക്കാർ വീട്ടിൽ തന്നെ ആയിരിക്കും. അച്ഛന് വെറും ഒരു കല്യാണമല്ല, ഉത്സവം പോലെ ആക്കണമെന്നാ. സേവ് ദ ഡേറ്റ് വേണം, ബ്രൈറ്റ് ടു ബി വേണം, ഹൽദി വേണം. പിന്നെ ഹൽദിക്ക് മനുവേട്ടനും വരണമെന്ന് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. ഒരു മകളല്ലേ ഉള്ളൂ, അതിന്റെ എല്ലാ വട്ടും അച്ഛനുണ്ട്. ഞാൻ പറഞ്ഞതാ മനുവേട്ടന് ഇതൊന്നും അത്ര താല്പര്യമില്ല എന്ന്. മനുവേട്ടൻ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അശ്വതി നിർത്താതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഒന്നിനും മറുപടി ഇല്ലാതെ മനു തല താഴ്ത്തിയിരുന്നു.
മനുവേട്ടന് എന്തോ ടെൻഷൻ ഉള്ളത് പോലെ ഉണ്ടല്ലോ, എന്താണെങ്കിലും പറഞ്ഞോളൂ, അശ്വതി പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞിട്ടും മനു ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ടപ്പോൾ, എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് എത്ര നേരം ആയെന്നോ? വേഗം തിരമാല എണ്ണിയിരിക്കാനാണോ എന്നെ വിളിച്ചത്? അത് നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് വന്നിരുന്ന എണ്ണ. ഇപ്പൊ ഞാൻ പോകുന്നു. ഒരുപാട് നേരം ഞാൻ വെയിൽ കൊണ്ടുകൊണ്ടിരുന്ന എന്റെ മുഖത്ത് ടാൻ വരും. കല്യാണമല്ലേ, മേക്കപ്പ് ഒക്കെ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ പോകുന്നു. പിന്നെ കല്യാണത്തിന്റെ ടെൻഷനാണല്ലേ മനുവേട്ടന്? താരയെക്കുറിച്ചോർത്ത് മനുവേട്ടന് ഇപ്പോഴും വിഷമമുണ്ടല്ലേ? എനിക്ക് മനസ്സിലായി. ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. പെണ്ണ് കാണാൻ വന്ന അന്ന് തന്നെ എന്നോടെല്ലാം പറഞ്ഞതല്ലേ. എല്ലാം മനസ്സിലാക്കിയല്ലേ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. ഞാൻ കൂടെ ഉണ്ടല്ലോ, എല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. മനുവേട്ടന് ഒന്നും ഓർത്ത് വിഷമിക്കാതെ വീട്ടിൽ പൊക്കോളൂ. നമുക്ക് കല്യാണം അടിച്ചു പൊളിക്കാനുള്ളതാ എന്ന് പറഞ്ഞ് അശ്വതി മനുവിനെ നോക്കി സ്നേഹത്തോടെ പുഞ്ചിരിച്ചു. അവളുടെ പുഞ്ചിരിക്ക് മുന്നിൽ മനുവിന്റെ ഹൃദയം പിടഞ്ഞു. അശ്വതി എന്നോട് ക്ഷമിക്കണം. പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് ഞാൻ അശ്വതിയെ ചെയ്യാൻ പോകുന്നത്. മനുവിന്റെ വാക്കുകളിലെ പതർച്ചയും വിഷമവും കണ്ടപ്പോൾ അശ്വതിക്ക് ഭയമായി. മനുവേട്ടൻ എന്താ പറയാൻ പോകുന്നത്? ഭയത്തോടെ അശ്വതി ചോദിച്ചു. അശ്വതി, വിവാഹം ചെയ്യാൻ എനിക്ക് കഴിയില്ല. നീ എന്നോട് ക്ഷമിക്കണം. മനു തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. എന്തൊക്കെയാ മനുവേട്ട ഈ കല്യാണം തലേന്ന് പറയുന്നത്? 3 ദിവസം കഴിഞ്ഞ് നമ്മുടെ കല്യാണമാണ്. എന്താ മനുവേട്ടന്റെ പ്രശ്നം? അശ്വതി ചോദിച്ചു. നീ എന്നോട് ക്ഷമിക്കണം അശ്വതി. നിന്നോട് എന്ത് പറയണം എന്നെനിക്കറിയില്ല. ഇന്ന് എന്നെ കാണാൻ താര വന്നിരുന്നു. അവൾ എന്നെ ചതിച്ചതല്ല. അവളുടെ അവസ്ഥകൾ അങ്ങനെയായിരുന്നു. എന്ത് സാഹചര്യമാണെങ്കിലും ഒരിക്കൽ സ്നേഹിച്ച ആണിനെ വേണ്ടെന്ന് വെച്ച് പോയവളല്ലേ. അവൾക്ക് വേണ്ടിയാണോ നമ്മുടെ വിവാഹം വേണ്ടെന്ന് വെക്കുന്നത്? ഇനിയും അവൾ ഉപേക്ഷിച്ചു പോവില്ലെന്ന് ഉറപ്പുണ്ടോ? അതൊന്നും ഇതിന് സാധ്യമല്ല മനുവേട്ട. നമ്മുടെ വിവാഹമാണ്, അത് മാത്രം ഇനി ഓർത്താൽ മതി, അശ്വതി തറപ്പിച്ചു പറഞ്ഞു. അശ്വതി, നീ കരുതുന്ന പോലെയല്ല കാര്യങ്ങൾ. മനു കാര്യങ്ങളെല്ലാം വിശദമായി അശ്വതിയോട് പറഞ്ഞു. മനു പറഞ്ഞത് കേട്ട് അശ്വതി തകർന്നു. ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും എന്ത് പറയും? ഒരേ ഒരു മകൾ, അവളുടെ കല്യാണം മുടങ്ങിയെന്നറിഞ്ഞാൽ എങ്ങനെ സഹിക്കും? എൻ്റെ കല്യാണത്തെക്കുറിച്ച് എന്തെല്ലാം സ്വപ്നങ്ങളാണ് അവർ കാണുന്നത് എന്നറിയോ? കല്യാണ ഒരുക്കങ്ങൾ പൂർത്തിയായി എൻ്റെ വീട്ടിൽ പോയി ഈ കല്യാണം നടക്കില്ലെന്ന് ഞാൻ എങ്ങനെ പറയും? പിന്നെ നമ്മുടെ കല്യാണം തീരുമാനിച്ചത് മുതൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് എന്തെല്ലാം സ്വപ്നങ്ങളാണ് ഞാൻ കണ്ടത്. ഒരു നിമിഷം കൊണ്ട് ഇതെല്ലാം നഷ്ടപ്പെടുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് മനുവേട്ട? അശ്വതിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇല്ല, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ നിന്നോട് കാണിക്കുന്നത് ക്രൂരതയാണെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് വേറെ വഴിയില്ല. താരയെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ സാധ്യമല്ല. ഒരു പക്ഷേ നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ടാണ് താര വരുന്നതെങ്കിൽ മനുവേട്ട അന്ന് എന്നെ ഉപേക്ഷിക്കുമായിരുന്നോ? താരയുമായുള്ള ബന്ധം അറിഞ്ഞിട്ട് തന്നെയല്ലേ ഞാൻ വിവാഹത്തിന് സമ്മതിച്ചത്. ഇനി എനിക്ക് സാധ്യമല്ല മനുവേട്ട. എനിക്കിനി ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. എൻ്റെ അച്ഛനമ്മമാരെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. മനുവേട്ടൻ താരയെ മറക്കണം, അശ്വതി പറഞ്ഞു. അശ്വതി, എനിക്കൊരു കുഞ്ഞുണ്ട്. ഇതെല്ലാം ഉപേക്ഷിച്ച് ഞാൻ നിന്നെ എങ്ങനെ വിവാഹം ചെയ്യും? ഞാൻ മനുവേട്ടന് ആർക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അത് എന്തിൻ്റെ പേരിലാണെങ്കിലും. ഞാൻ ചെയ്യുന്നത് ക്രൂരതയാണെന്നറിയാം. പക്ഷേ ഞാനും മനുവേട്ടനെ ഒരുപാട് സ്നേഹിക്കുന്നു. എനിക്ക് മനുവേട്ടൻ നഷ്ടപ്പെടുത്താൻ കഴിയില്ല. എല്ലാവരുടെയും മുന്നിൽ കല്യാണം മുടങ്ങിപ്പോയ നിർഭാഗ്യവതി എന്നുള്ള പേര് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. താരയോട് തിരിച്ചു പോകാൻ പറയണം. മനുവേട്ടൻ വേഗം കല്യാണത്തിന് ഒരുക്കങ്ങൾ നടത്താൻ നോക്കൂ. ഞാൻ പോകുന്നു. നമുക്ക് കല്യാണം തന്നെ കാണാം എന്ന് ദേഷ്യത്തോടെ മനുവിനോട് അശ്വതി പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ മനു ധർമ്മസങ്കടത്തിലായി. ഒരു ഭാഗത്ത് താരയും കുഞ്ഞും, മറ്റൊരു ഭാഗത്ത് കല്യാണത്തിൽ നിന്ന് പിന്മാറാതെ നിൽക്കുന്ന അശ്വതിയും. ആരെയാണ് സ്വീകരിക്കേണ്ടതും ഉപേക്ഷിക്കേണ്ടതും? താരയെ ഉപേക്ഷിക്കാൻ തനിക്ക് കഴിയില്ല. അശ്വതിയെ വേദനിപ്പിക്കേണ്ടത് ഓർക്കുമ്പോൾ മനുവിന്റെ ഹൃദയം പിടഞ്ഞു. ആർത്തിരുമ്പുന്ന തിരമാലയിലേക്ക് നോക്കി മനു വിതുമ്പി. കല്യാണ ദിവസം കതിർ മണ്ഡപത്തിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ മനു ഇരുന്നു. അശ്വതിയുടെയും മനുവിന്റെയും വീട്ടുകാരും കുടുംബക്കാരും കല്യാണ തിരക്കിൽ ഓടി നടക്കുമ്പോൾ വലിയൊരു പാപം ചെയ്ത കുറ്റബോധത്തോടെ മനുവിന്റെ മനസ്സ് നീറുകയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അനിത വന്ന് മനുവിനെ സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നെങ്കിലും മഹാപാപമല്ലേ ഞാൻ ചെയ്യുന്നത് എന്ന് തോന്നൽ മനുവിനെ വേട്ടയാടി. കഴിഞ്ഞപ്പോൾ മുഹൂർത്തമായി. പെണ്ണിനെ മണ്ഡപത്തിലേക്ക് കൊണ്ടുവരാൻ പൂജാരി ആവശ്യപ്പെട്ടു. എല്ലാവരുടെയും മുന്നിലേക്ക് യാതൊരു ഒരുക്കങ്ങളുമില്ലാതെ വരുന്ന അശ്വതിയെ കണ്ടതും, എന്താ മോളെ, നീ എന്താ ഈ വേഷത്തിൽ? അശ്വതിയുടെ അമ്മ ആകുലതയോടെ ചോദിച്ചു. അമ്മയെ നോക്കി അശ്വതി സ്നേഹത്തോടെ പുഞ്ചിരിച്ചു. അശ്വതിയെ കണ്ടതും മനു കതിർമണ്ഡപത്തിൽ നിന്നിറങ്ങി അവളുടെ അടുത്തേക്ക്. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഞാൻ എന്തുമാത്രം ക്രൂരതയാണ് അശ്വതിയോട് കാണിച്ചത് എന്ന് ചിന്തിച്ചപ്പോൾ മനുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. മനുവേട്ടൻ എന്നെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. മറ്റൊരാളുടെ കണ്ണീരിൽ എനിക്കൊരു ജീവിതം കെട്ടിപ്പടുക്കണ്ട. എനിക്ക് യാതൊരു വിഷമവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അശ്വതി മാതാപിതാക്കളെ നോക്കി.
അച്ഛനും അമ്മയും എന്നോട് ക്ഷമിക്കണം. ഇന്നെൻ്റെ വിവാഹം നടക്കില്ല. അത് കേട്ടതും എന്ത് ഭ്രാന്താണ് നീ പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അശ്വതിയുടെ അച്ഛൻ അവളുടെ മേലെ കൈ ഒങ്ങിയതും മനു ആ കൈ തടുത്തുകൊണ്ട് അച്ഛൻ എന്നോട് ക്ഷമിക്കണം, ഞാനാണ് തെറ്റ് ചെയ്തത്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് മനുവിൻ്റെ വീട്ടുകാരും അവരുടെ അടുത്തേക്കെത്തി. എല്ലാവരും എന്നോട് ക്ഷമിക്കണം, എനിക്ക് അശ്വതി വിവാഹം ചെയ്യാൻ കഴിയില്ല. എനിക്കൊരു കാമുകിയുണ്ട്. എന്താ മോനെ നീ പറയുന്നത്? ഇതൊക്കെ ഇപ്പോഴാണോ പറയുന്നത്? നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ കല്യാണത്തിന് സംബന്ധിച്ചത്? നിനക്ക് അന്നേ എന്നോട് പറയാമായിരുന്നില്ലേ? അമ്മ എന്നോട് ക്ഷമിക്കണം, ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല, മനു പറഞ്ഞു. എന്താണോ നീ പറഞ്ഞത്? നിനക്ക് ഇത്രയും ദിവസം ഉണ്ടായിട്ട് ഇന്നാണോ പറയാ എന്റെ കുട്ടിന്റെ ജീവിതം തകർത്തില്ലടാ എന്ന് പറഞ്ഞ് അശ്വതിയുടെ അച്ഛൻ മനുവിനെ തല്ലാനൊരുങ്ങിയതും അച്ഛാ, അശ്വതി ദേഷ്യത്തോടെ ഉറക്കെ വിളിച്ചു. കാര്യങ്ങൾ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കൂ, എന്നിട്ട് മതി. എന്നോട് മനുവേട്ടൻ കല്യാണത്തിന് മുന്നേ എല്ലാം പറഞ്ഞതാണ്. എന്നെ പെണ്ണു കാണാൻ വന്നപ്പോഴേ എല്ലാ വിവരങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് അവർ അകന്നുപോയി. ഇന്ന് കാലം അവരെ വീണ്ടും ഒന്നിപ്പിച്ചു. എല്ലാ കാര്യങ്ങളും അശ്വതി മാതാപിതാക്കളോട് പറഞ്ഞു. അനിത അമ്മയെയും അച്ഛനെയും പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിച്ചു. എല്ലാം കേട്ട് അശ്വതിയുടെ അച്ഛൻ കരഞ്ഞുകൊണ്ട് അവിടെ കസേരയിലിരുന്നു. ഒരേ ഒരു മകൾ, അവളുടെ വിവാഹം മുടങ്ങിയത് ആ അച്ഛനെ വല്ലാതെ വേദനിപ്പിച്ചു. കൂടി നിന്നവരും കുടുംബക്കാരും മനുവിനെ കുറ്റപ്പെടുന്നത് കേട്ട് അശ്വതി അവരോടെല്ലാം കേൾക്കുന്ന വിധത്തിൽ ഉറക്കെ പറഞ്ഞു. ഏട്ടൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അവരെ വേണ്ടെന്ന് വെച്ച് എന്നെ കല്യാണം കഴിക്കണം എന്നാണോ? ഒരു പെണ്ണിന്റെയും കൊച്ചിന്റെയും കണ്ണീരുകൊണ്ട് എനിക്കൊരു ജീവിതം ഉണ്ടാക്കണമായിരുന്നോ? പിന്നെ ഇത്രയും ദിവസം ഇതൊന്നും ആരോടും പറയാതെ കാര്യങ്ങൾ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത് ഞാനാണ്. ഇവരുടെ വിവാഹം ഞാൻ തന്നെ മുൻകൈ എടുത്ത് നടത്തണമെന്ന് എനിക്ക് തോന്നി. നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ വിവാഹം നടത്തി കൊടുക്കാം. അച്ഛനും അമ്മയ്ക്ക് ഒരുപാട് വിഷമമുണ്ടെന്ന് അറിയാം. അശ്വതി അച്ഛന്റെ കാൽക്കൽ പോയിരുന്ന് അച്ഛനോട് പറഞ്ഞു. അച്ഛാ, മനുവേട്ടനെ ശപിക്കരുത്. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും മനുവേട്ടൻ ചെയ്തിട്ടില്ല. താര തിരിച്ചു വന്നതും അച്ഛനെയും അമ്മയും കാണാൻ വരാനായി മനു ഒരുങ്ങിയതാണ്. എന്റെ നിർബന്ധത്തിലാണ് മനു അച്ഛനോടൊന്നും പറയാതെ. അച്ഛന്റെ മോള് ചെയ്തതല്ലേ ശരി. എന്റെ വിവാഹം മുടങ്ങിയത് അശുഭമായൊരു കാര്യം കൊണ്ടല്ലല്ലോ, നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ. കല്യാണം കഴിഞ്ഞിട്ടാണ് ഈ വിവരം അറിഞ്ഞതെങ്കിൽ മറ്റൊരു പെൺകുട്ടിയുടെ കണ്ണീർ ഞാനായിരിക്കില്ലേ കാരണം. ഈശ്വരൻ ചേർത്ത് വെച്ചതാണ് അവർ ചേർത്ത് നിർത്താൻ നമ്മൾ കൂടെ എന്ന അതൊരു വലിയ കാര്യമായിരിക്കും. അശ്വതി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ മനു അശ്വതിയുടെ അച്ഛന്റെ കാൽക്കൽ വന്നു വീണു. എനിക്ക് മാപ്പ് തരണം, മനു യാചനയോടെ പറഞ്ഞു. അശ്വതിയുടെ അച്ഛൻ മനുവിന്റെ നെറുകയിൽ കൈവച്ചു. അത് കണ്ട് എല്ലാവർക്കും സന്തോഷമായി. കൂടുതലും അശ്വതിക്കായിരുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും ചേർന്ന് അവരുടെ വിവാഹം നടത്തിക്കൊടുത്താലോ എന്ന് ചോദിച്ചുകൊണ്ട് അശ്വതി അനിതയെ നോക്കി. അനിത പുറത്തുപോയി കാറിൽ നിന്നും താരയെയും കുഞ്ഞിനെയും മണ്ഡപത്തിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. കുഞ്ഞിനെ കണ്ടതും അശ്വതി ആ കുട്ടിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് അച്ഛന്റെയും അമ്മയുടെയും കല്യാണം കണ്ടേ മോൾക്ക് എന്ന് ചോദിച്ചു. നിഷ്കളങ്കമായ ആ കുട്ടിയുടെ പുഞ്ചിരി എല്ലാവരുടെയും മനസ്സിനെ ശാന്തമാക്കി. ശോഭ തന്റെ മകന്റെ കുട്ടിയാണെന്നറിഞ്ഞതും ഓടിച്ചെന്ന് ആ കുട്ടിയെ വാരിപ്പുണർന്നു. മനു കണ്ണുകൾ തുടച്ച് അശ്വതിയെ നോക്കി. മുഹൂർത്തം തെറ്റുന്നതിന് മുൻപ് കല്യാണം നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അശ്വതി വേഗം മനുവിനെയും താരയും കതിർമണ്ഡപത്തിലേക്ക് ഇരുത്തി. എല്ലാവരും ചേർന്ന് അവരുടെ വിവാഹം മംഗളകരമായി നടത്തി. കുറച്ചു നാളാണെങ്കിലും അശ്വതി മനുവിനെ ഒരുപാട് സ്നേഹിച്ചതിനാലാവണം മനുവിനെ നഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ അശ്വതിയുടെ കണ്ണുകൾ നിറഞ്ഞു. അതാരും കാണാതിരിക്കാൻ അശ്വതി പണിപ്പെട്ടു. മറ്റുള്ളവരെല്ലാം അതിയായ സന്തോഷത്തിൽ പുഞ്ചിരിക്കുമ്പോൾ അവർക്കിടയിൽ ഉള്ളിൽ വേദനയൊതുക്കി പുറമേക്ക് ചിരിക്കുവാൻ നന്നെ കഷ്ടപ്പെടുന്ന അശ്വതിയെയും അവളുടെ അച്ഛനെയും അമ്മയെയും മനു വിഷമത്തോടെ നോക്കി. തന്റെ സ്വന്തം വിവാഹം നടക്കേണ്ടിയിരുന്ന കതിർമണ്ഡപത്തിൽ അതിഥിയായി നിൽക്കേണ്ടി വന്നതോർത്തപ്പോൾ അശ്വതിയുടെ മനമുരുകി. എന്നാലും അവൾ ഒരു ദീർഘനിശ്വാസമെടുത്ത് ആത്മാർത്ഥമായി പുഞ്ചിരിച്ചുകൊണ്ട് മനസ്സിൽ മനുവിനും താരയ്ക്കും മംഗളം നേർന്നു. മനുവിന്റെ മടിയിലിരുന്ന് കളിക്കുന്ന അവന്റെ മകളെയും തൊട്ടരികിൽ സന്തോഷത്തിലിരിക്കുന്ന താരയെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അശ്വതി ആ കതിർമണ്ഡപത്തിൽ നിന്നും തിരിഞ്ഞു നടന്നു. അപ്പോൾ അവൾ അത്ര നേരം അടക്കി പിടിച്ച കണ്ണീരെല്ലാം അണപൊട്ടി ഒഴുകാൻ തുടങ്ങിയിരുന്നു. ഈ ചെറുകഥ നിങ്ങൾക്കിഷ്ടമായോ? എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. ഇതുപോലുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.